ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന കളിക്കിടയിൽ എന്ന പാഠഭാഗമാണ്. സിനിമയിലും നാടകത്തിലുമുള്ള ചിരിപ്പിക്കുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. വ്യത്യസ്തമായ ഒരു സന്ദർഭം ഇതാ. ഒരു നാടക പ്രകടനം എന്താണ് ഈ പാഠഭാഗത്തിന്റെ ആശയം എന്ന് നോക്കാം. ചുരുക്കത്തിൽ പറയുകയാണ്, ഒരു നാടക പ്രകടനത്തിനിടയിൽ സംഭവിച്ച രസകരമായ യഥാർത്ഥ അനുഭവമാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. തുലാഭാരം എന്ന നാടകത്തിൽ അഭിനയിക്കുന്നവരിൽ ഒരാളായ തോപ്പിൽ കൃഷ്ണപിള്ള ചേട്ടൻ മേക്കപ്പ് റൂമിലിരിക്കെ ഒരു പട്ടി പൊതിച്ചോറിനായി അകത്ത് കയറിയതിനെ തുടർന്ന് അത് സ്റ്റേജിലേക്ക് കയറി കുരച്ചത് മൂലം മുഴുവൻ കാണികളും നടന്മാരും ബഹളത്തിലായി. ഈ സംഭവത്തിൽ നിന്ന് നാടക ജീവിതത്തിലെ അനിയന്ത്രിതമായ സംഭവങ്ങളും അതിനോടൊപ്പം നിറഞ്ഞു നിൽക്കുന്ന ഹാസ്യവും സ്വാഭാവികതയും വ്യക്തമാകുന്നു. നാടക പ്രകടനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ സംഭവങ്ങളും അതിലൂടെ പ്രകടമാകുന്ന ജീവിതത്തിന്റെ രസകരമായ മുഖവും അതുതന്നെയാണ് ഈ ഭാഗത്തിന്റെ ആശയം. അപ്പൊ നമുക്ക് പാഠം ഒന്ന് വേഗത്തിൽ വായിച്ചു നോക്കാം. ചിറയൻകീഴി ഒരു തിയേറ്ററിലാണ് നാടകം. സ്റ്റേജിൽ നിന്ന് പുറത്ത് ഇറങ്ങി പോകണമെങ്കിൽ ഒരൊറ്റ വാതിലേ ഉള്ളൂ. മേക്കപ്പ് കഴിഞ്ഞവർക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതിലൂടെ മാത്രമേ സ്റ്റേജിലേക്ക് വരാൻ പറ്റൂ. നാടകം നടക്കുമ്പോൾ സംഘാടകർ എന്തു ചെയ്തെന്നോ, ഭക്ഷണം പൊതിച്ചോറാക്കി ഒരു കുട്ടയിൽ മേക്കപ്പ് റൂമിന്റെ മൂലയിൽ കൊണ്ടുവന്ന് വെച്ചു. ആവശ്യമുള്ളവർക്ക് അപ്പോൾ എടുത്തു കഴിക്കാൻ സൗകര്യം ചെയ്തതാണ്. തുലാഭാരത്തിൽ തോപ്പിൽ കൃഷ്ണപിള്ള ചേട്ടൻ ഭ്രാന്തനായാണ് അഭിനയിക്കുന്നത്. വടിയും കൊണ്ട് എപ്പോഴും സ്റ്റേജിൽ കയറി വരണം. നാടകം തുടങ്ങി. ഞാൻ, ലീല, ഗോവിന്ദൻകുട്ടി ചേട്ടൻ 3 പേരും സ്റ്റേജിലുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ചൂട് കാരണം തിയേറ്ററിന് പുറത്തു നിൽക്കുകയാണ്. സാധാരണ സൈഡ് കർട്ടന് പിന്നിലൊക്കെയാണല്ലോ ഞങ്ങളുടെ നിൽപ്പ്. കൃഷ്ണപിള്ള ചേട്ടൻ വരാൻ തയ്യാറായി മേക്കപ്പ് റൂമിൽ തന്നെ നിൽപ്പുണ്ട്. ഒരു പട്ടി ചോറ് കപ്പാനായി ഷെഡിലേക്ക് കയറി വന്നു. കൃഷ്ണപിള്ള ചേട്ടനെ ഗൗനിക്കാതെ നേരെ കുട്ടിയുടെ അടുത്തേക്ക് പോയി. കൃഷ്ണപിള്ള ചേട്ടൻ ഒരു അതിബുദ്ധി കാണിച്ചു. പട്ടിയെ തല്ലി ഓടിക്കുന്നതിന് പകരം കതകടച്ചു. എന്നിട്ട് പട്ടിക്ക് വടികൊണ്ടൊരു വീക്കം. പട്ടി കുരച്ച് ബഹളമുണ്ടാക്കി കർട്ടന്റെ വിടവിലൂടെ സ്റ്റേജിലേക്ക് കയറി. ഗോവിന്ദൻകുട്ടി ചേട്ടൻ ഇരിക്കുകയാണ്. അടുത്തു തന്നെ ഞാനും ലീലയും നിൽക്കുന്നുണ്ട്. നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇടയിലാണ് പട്ടി വന്നു നിൽക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ. ഗോവിന്ദൻകുട്ടി ചേട്ടൻ പട്ടിയെ ഓടിക്കാനായി കാലൊന്നുയർത്തിയപ്പോൾ പട്ടി സ്റ്റേജിന്റെ ഒത്ത നടുവിൽ ചെന്ന് നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. കാണികളൊക്കെ എഴുന്നേറ്റ് നിന്ന് കൂക്കും വിളിയുമായി. ആകെ തിക്കും തിരക്കും ബഹളവും. കർട്ടനിട്ടു. പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് നാടകം വീണ്ടും തുടങ്ങിയത്. കഥ തുടരും. KPSC ലളിത. തയ്യാറാക്കിയത് ബാബു ഭരദ്വാജ്. അപ്പോൾ നമുക്ക് ഒരു KPSC ലളിത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവരൊരു നാടക നടിയായിരുന്നു. അവരുടെ KPSC ലളിത മലയാളത്തിലെ പ്രശസ്ത നാടക സിനിമ അഭിനേത്രിയായിരുന്നു. അവർ 1947 ഫെബ്രുവരി 25 ആലപ്പുഴ ജില്ലയിലെ രാമപുരത്ത് ജനിച്ചു. യഥാർത്ഥ പേര് മഹേശ്വരി അമ്മാളാണ്. KPSC എന്ന നാടക സംഘത്തിലൂടെയാണ് അവർ അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത്. പിന്നീട് നിരവധി മികച്ച സിനിമകളിൽ അമ്മ, ഭാര്യ, സഹനടി തുടങ്ങിയ വേഷങ്ങൾ ചെയ്തു. സ്വാഭാവികമായ അഭിനയ ശൈലിയും ഹാസ്യവും കൊണ്ട് അവർ മലയാളികളുടെ മനസ്സിൽ ഇടം തേടി. ഭർത്താവ് പ്രശസ്ത സംവിധായകൻ ഭരതനായിരുന്നു. 2022 ഫെബ്രുവരി 22 അവർ അന്തരിച്ചു. അപ്പൊ നമുക്ക് ഈ പാഠഭാഗം എന്താണെന്ന് നോക്കാം. ഒരു പട്ടി പൊതിച്ചോറ് കപ്പാനായി മേക്കപ്പ് റൂമിലേക്ക് കയറി. തോപ്പിൽ കൃഷ്ണപിള്ള ചേട്ടൻ അതിനെ കണ്ടു കതകടിച്ചു വടികൊണ്ടൊരു വീക്ക് കൊടുത്തപ്പോൾ പട്ടി കുരച്ച് ബഹളമുണ്ടാക്കി കർട്ടൻ വിടവിലൂടെ സ്റ്റേജിലേക്ക് കയറി. അപ്പോൾ സ്റ്റേജിൽ ലളിത, ലീല, ഗോവിന്ദൻകുട്ടി ചേട്ടൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. പട്ടി നടുവിൽ ചെന്ന് നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. കാണികൾ എഴുന്നേറ്റ് കൂവുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. അവസാനം കർട്ടൻ അടച്ചു. കുറച്ചു നേരം കഴിഞ്ഞാണ് നാടകം വീണ്ടും തുടങ്ങിയത്. അപ്പോൾ നാടകാവതാരണത്തിന്റെ വേദിയെക്കുറിച്ചും അവിടുത്തെ ഒരുക്കങ്ങളെക്കുറിച്ചും KPSC ലളിത പറഞ്ഞ കാര്യങ്ങൾ. പട്ടി വന്നതിലൂടെ അണിയറയിലും സ്റ്റേജിലും ഉണ്ടായ സംഭവങ്ങൾ. അതാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചത്. ഇനി നമുക്കൊരു നാടകം തയ്യാറാക്കാം. ക്ലാസ്സിൽ ഒരു നാടകം. കളിക്കിടയിൽ എന്ന ഓർമ്മക്കുറിപ്പിൽ KPSC ലളിത വിവരിക്കുന്ന സംഭവം ക്ലാസ്സിൽ അഭിനയിച്ച് അവതരിപ്പിക്കാനാണ്. ചെറുനാടകം കളിക്കിടയിൽ. കഥാപാത്രങ്ങൾ ലളിത, ഗോവിന്ദൻകുട്ടി ചേട്ടൻ, തോപ്പിൽ കൃഷ്ണപിള്ള ചേട്ടൻ, പട്ടി. കാണികൾ മറ്റു വിദ്യാർത്ഥികൾ. വേദി ചിറയൻകീഴി തിയേറ്റർ. തുലാഭാരം എന്ന നാടകം നടക്കുകയാണ്. ലളിത. നാടകം തുടങ്ങി. ഞാൻ, ലീല, ഗോവിന്ദൻകുട്ടി ചേട്ടൻ മൂവരും സ്റ്റേജിൽ. ചൂട് കൂടുതലായതുകൊണ്ട് ബാക്കി എല്ലാവരും പുറത്താണ്. മേക്കപ്പ് റൂമിൽ കൃഷ്ണപിള്ള ചേട്ടൻ വടി പിടിച്ച്. കൃഷ്ണപിള്ള ചേട്ടൻ പട്ടിയെ കാണുന്നു. ഹാ, പട്ടി പൊതിച്ചോറിനരികിലേക്കാണ് പോയത്. ഇതാ ഞാനൊരു ബുദ്ധി കാണിക്കും. കതകടച്ചു. വടി വീശുന്നു. പട്ടി കുരയ്ക്കുന്നു.
പട്ടി ഊഫ് കഷ്ടം വിടവിലൂടെ സ്റ്റേജിലേക്ക് കയറുന്നു. ലീല അയ്യോ പട്ടി സ്റ്റേജിൽ വന്നു. ലളിത ചിരി അടക്കാൻ ശ്രമിക്കുന്നു. കളി നിർത്താൻ പറ്റില്ല. ഗോവിന്ദൻകുട്ടി ചേട്ടൻ പട്ടിയെ ഓടിക്കാൻ ശ്രമിക്കുന്നു. പോടാ പോടാ പട്ടി നടുവിൽ ചെന്ന് നിന്ന് കുരയ്ക്കുന്നു. കാണിക കൂവിയും ചിരിച്ചു. ആഹാ എന്താ ഇത്? കർട്ടൻ അടിക്കുന്നു. ലളിത ചിരിച്ച്. അങ്ങനെ കുറെ കഴിഞ്ഞാണ് നാടകം വീണ്ടും തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ വളരെ ലളിതമായ രണ്ട് പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് നാടകാവതരണത്തിന്റെ വേദിയെക്കുറിച്ചും അവിടുത്തെ ഒരുക്കങ്ങളെക്കുറിച്ചും കൃഷ്ണപിള്ള ലളിത പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തേത് ചിറങ്കി തിയേറ്ററിലാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ എഴുതിയാൽ മതി. അതേപോലെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും നമ്മൾ തയ്യാറാക്കി, ഒരു നാടകവും തയ്യാറാക്കി. താങ്ക് യു ഫോർ